ഗുഡ് ഈവനിങ്. അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി? എനിക്കിന്ന് കുറേ പണിയുണ്ടായിരുന്നു. ഇന്നിവിടെ മൊത്തം ഞാൻ ക്ലീനിങ് ആയിരുന്നു. മിക്ക ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ക്ലീനിങ് ചെയ്യാറ് കൂടുതലും. പക്ഷേ 2-3 ഞായറാഴ്ച ക്ലീനിങ് ഒന്നും നടന്നിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്യണമായിരുന്നു. കർട്ടനൊക്കെ എടുത്ത് കഴുകി അങ്ങനെ കുറേ പണിയുണ്ടായിരുന്നു. ഫുള്ള് തീർന്നില്ല. നാളെ ഞാൻ ലീവാണ്. കുറച്ച് കാര്യങ്ങൾ നാളെ ചെയ്യണം. ഇനിയിപ്പം കർക്കിടകം തുടങ്ങാൻ പോവല്ലേ. അപ്പോൾ അതിനുള്ളിൽ കുറേ ക്ലീനിങ് വേറെയും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർക്കണമായിരുന്നു. അപ്പോൾ അതേ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ അതേ 6 മണിയായി. വിളക്കൊക്കെ സമയമായി. പിന്നെ വിളക്ക് വെക്കണം. ചായ കുടിച്ചില്ല. ചായ കുടിക്കാഞ്ഞിട്ട് എനിക്ക് തലവേദന എടുത്തിട്ട് പാടില്ല. അപ്പോൾ വിളക്ക് വെച്ചിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. അപ്പോൾ ഞാൻ വിളക്ക് വെച്ചിട്ട് തരാം. നിങ്ങൾ ഇത് കത്തിക്കാറുണ്ടോ, ഈ സാമ്പ്രാണിയൊക്കെ? ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞങ്ങളൊരു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെ തൃപ്പൂണിത്തുറ ഉത്സവത്തിന് വാങ്ങിച്ചതാണ് ഈ സംഭവം. ഇതിൻ്റെ പിടി ഒരിക്കൽ പൊട്ടിപ്പോയതാണ്ട് ഞങ്ങൾ ഒട്ടിച്ച് ശരിയാക്കിയതാണ്. ഞങ്ങളെപ്പോഴും കത്തിക്കും കേട്ടോ. ഇത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി പുകയ്ക്കണത്. ആരാടാ ത്രിസന്ധിക്ക് കിടന്നുറങ്ങണത്? നടവാതിൽ കിടന്നുറങ്ങണത്? എണീക്കടാ. കുറേ നാളായിട്ട് എൻ്റെ ഈ ചായപാത്രം കാണാണ്ട് പോയി. എവിടെയാണെന്ന് അന്വേഷിക്കാത്ത സ്ഥലം ഉണ്ടായില്ല. അപ്പോഴേ ഇത് മേളിലിരിക്കണമായിരുന്നു. ഞാൻ ഇന്ന് ക്ലീൻ ആക്കിയപ്പോൾ കിട്ടിയതാണ്. ഞാൻ താഴെ എല്ലായിടത്തും തപ്പി. പക്ഷെ എപ്പോഴോ ഇതിന് ഞാൻ മേളിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണത് കിട്ടിയത്. അപ്പം കുറേ നാളുകൾക്ക് ശേഷമല്ല നീതി ചായ വെക്കാമെന്ന് ഓർത്ത്. അവൻ്റെ അവിടെ കിടന്ന് ഉറങ്ങണം. ടോബി ദേ വേണോ? ബാ നേടാ എൻ്റെ പാപ്പം. വേണ്ടേ പാപ്പം വേണ്ടേ? കണ്ണടച്ച് കാണിക്കണം. നിനക്ക് വേണ്ടേ? എന്നാൽ അവിടെ കടാ. ഞാൻ തന്നെ ഇല്ല കേട്ടോ ഇനി, കേട്ടാ. ലാസ്റ്റ് അവൻ വന്നിട്ട് എൻ്റെ പുറകെ ഞാൻ ഉറങ്ങിപ്പോയോണ്ടാ. അല്ലെങ്കിൽ വേഗം വന്നേനായിട്ട്. കട്ടൻ ചായ മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് വലിയ കടുപ്പമൊന്നും തോന്നണില്ലല്ലോ. കട്ടൻ ചായ മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ല. വീട്ടിൽ ആരിനെ വിളിക്കാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അതുവരെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ ചായ കുടിക്കാമെന്ന് ഓർത്തു. ടോബി ഇരിക്കണേ. ടോബിക്ക് ഇന്ന് ഞാൻ ക്ലീൻ ചെയ്തത് കൊണ്ട് ഒരു 2 പല്ലീനെ ഞാൻ പിടിച്ചു കൊടുത്ത്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. നീ പല്ലിയുടെയൊക്കെ ശാപം വല്ല എനിക്ക് കിട്ടുമെന്നാവും. എൻ്റെ ഈ സ്റ്റാൻഡില്ലേ, ഈ സ്റ്റാൻഡിൻ്റെ ഈ വട്ടം ഇത് ഇന്ന് എൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് താഴെ തലയും കുത്തി വീണു. ഇതിൻ്റെ വട്ടം ഇങ്ങനെ അങ്ങോട്ട് ഒടിഞ്ഞു പോന്നു. വലിയ വിലയുള്ളതൊന്നുമല്ല, 500 രൂപയും കണ്ടാന്ന് തോന്നുന്നു. വീപ്പി എന്നെ പറ്റിച്ചതാ. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നതാ. അല്ല, വെഡ്ഡിങ് ആനിവേഴ്സറിക്കല്ല, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നതാ. ഓക്കെ, പൊട്ട സാധനം. അപ്പോൾ കരാട്ടെ മാസ്റ്റർ ആര്യൻ വിപിൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ.